ശ്രീ ഷാബു പ്രസാദ്, രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ്, രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ് എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് അക്കാര്യം പറഞ്ഞല്ലോ, താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? അത് അല്ല, ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരാറുണ്ടല്ലോ. നമ്മൾ എത്രയോ നാളായിട്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ് ഇങ്ങനെ റെഗുലറായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഓരോ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പും അദ്ദേഹം ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്താറുണ്ട്. അങ്ങനെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇനിയും അനുസ്യൂതം തുടരും. അങ്ങനെ ഭാവിയിലേക്കും അദ്ദേഹത്തിന്റെ അനേകം തിരിച്ചുവരവുകളാൽ നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രീയം സമ്പന്നമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല രാഹുൽ ഗാന്ധിയുടെ ഈ തിരിച്ചുവരവിന്റെ കാര്യത്തിൽ. അല്ല, ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പിന്നെ CJP എന്ന സംഘടനയും ഇവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ, അതിലെ ന്യായാന്യായങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, ഇവിടെ ഒരു നീറ്റ് പരീക്ഷ നടന്നു. ആ നീറ്റ് പരീക്ഷയിലെ പരീക്ഷാ പേപ്പർ ചോർന്നു. ഇത് സത്യമാണ്. ഇത് ആരെങ്കിലും പൊക്കിക്കൊണ്ടുവന്നതാണോ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്തി പുറത്തുവിട്ടതാണോ? അല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സർക്കാർ ഏജൻസി തന്നെയാണ് ഇത് കണ്ടെത്തിയതും ഇത് പറഞ്ഞതും. ഈ പരീക്ഷയിൽ ഇങ്ങനെ ക്രമക്കേട് നടന്നിട്ടുണ്ട്, പരീക്ഷാ പേപ്പർ ലീക്കായിട്ടുണ്ട്, ഇതാ പരീക്ഷ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് തന്നെ. അത് ഗവൺമെന്റ് തന്നെ നേരിട്ട് പറഞ്ഞതാണത്. അത് കഴിഞ്ഞ് വളരെ ഫുൾ പ്രൂഫായിട്ട് കമ്പ്യൂട്ടർ എൻക്രിപ്റ്റഡ് ആയിട്ട് വീണ്ടും ആ പരീക്ഷ നടത്തി അതിൻ്റെ റിസൾട്ട് വന്നു. അലൊക്കേഷനുമായി ഇപ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതി പാസ്സായി. 11 ലക്ഷത്തോളം കുട്ടികൾ അതിൻ്റെ അകത്ത് ക്ലിയർ ചെയ്തു. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിലേക്കാണ് നയിച്ചത്. അവര് ബിസിയാണ്. താങ്കൾ ലാഘവത്തോട് കാണുകയാണ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഇനി ഒരു കാര്യമുണ്ട്. ഇല്ലല്ലോ, അല്ല നമ്മുടെ നാട്ടിലെ ഈ കടുത്ത ഈ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനിൽ, അതായത് ഓരോ പരീക്ഷ നമ്മുടെ നാട്ടിൽ SSLC പരീക്ഷ കഴിയുമ്പോഴും ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് കഴിയുമ്പോഴും ഇതുപോലെ വളരെ നിർഭാഗ്യകരമാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത്. അവരുടെ മേലുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് മാതാപിതാക്കളും ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ സമൂഹവും എല്ലാം കൂടെ കഴിഞ്ഞാൽ ആ സമ്മർദ്ദത്തിന്റെ പുറത്ത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇവിടെ വളരെ പരീക്ഷ നടത്തിപ്പുകാരുടെ സമ്മർദ്ദം കാരണമാണ്, അല്ല, പരീക്ഷ നടത്തിപ്പുകാരുടെ തെറ്റ് കാരണമാണ് ഈ ആത്മഹത്യ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം തലപ്പത്തിരിക്കുന്നവർക്കുണ്ട്. അതാണ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടത്. അന്ന് ആ ഒരൊറ്റ ആവശ്യമായിരുന്നു. അത് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഈ പ്രക്ഷോഭം ഇത്ര കണ്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. അല്ല, അതായത് ഇന്ത്യയിലെ ഈ പരീക്ഷാ ക്രമക്കേട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരീക്ഷയിലെ ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ 2020 വന്ന അത്ഭുത പ്രതിഭാസമൊന്നും അല്ല. ഇവിടെ ഞാൻ എണ്ണി പറഞ്ഞു തരാം. അതായത് 2004 CBSE ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എക്സാമിനേഷന്റെ പേപ്പർ ചോർന്നു. 2006 CBSE 12th സ്റ്റാൻഡേർഡിന്റെ അക്കൗണ്ടബിലിറ്റി പേപ്പർ ചോർന്നു. അക്കൗണ്ടൻസി പേപ്പർ ചോർന്നു. 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് പേപ്പർ ചോർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റിന്റെ പേപ്പർ ചോർന്നു. 2011 UP എഞ്ചിനീയറിംഗ് എക്സാമിനേഷന്റെ പേപ്പർ ചോർന്നു. 2012 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ എൻട്രൻസ് എക്സാമിനേഷന്റെ പേപ്പർ ചോർന്നു. 2013 മഹാരാഷ്ട്ര ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പേപ്പർ ചോർന്നു. 2013 രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ ചോർന്നു. 2013 രാജസ്ഥാൻ PSCയുടെ പേപ്പർ ചോർന്നു. 2014 CBSEയുടെ മാത്സ് എക്സാമിനേഷന്റെ മാത്സിന്റെയും എക്കണോമിക്സിന്റെയും പേപ്പറുകൾ ചോർന്നു. ഇവിടെ എത്ര പേര് രാജിവെച്ചു മഞ്ജുഷേ? അതിന് എന്ത് കറക്റ്റീവ് മെഷർ ഉണ്ടായി ഇവിടെ? അതായത് ഈ നാട്ടിലെ കാര്യം, ഈ പറയുന്ന ആൾക്കാർ കോൺഗ്രസ്, അവർ ദേ ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് പേപ്പർ ലീക്ക്. ഇതാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, ആ കാലത്തെ ആ പരീക്ഷ നടത്തിപ്പ് അതിപ്പോഴും തുടരുകയാണ്. അപ്പോൾ അന്ന് ഇതൊന്നും കണ്ടില്ലേ? ഇപ്പോൾ ഇങ്ങനെ നടന്നത് അത് വലിയ അത്ഭുതമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. അല്ലല്ല അറിഞ്ഞേ,
നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റം, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സിസ്റ്റം, അതൊരു ഹ്യൂജ് മെഷീനറിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് കാര്യം. അതിൻ്റെ അകത്ത് കാലാകാലങ്ങളായിട്ട് ഇത്രയും കാലം കൊണ്ട് കടന്നുകൂടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മളത് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? ഇവിടെ എന്താണ്, നീറ്റ് എക്സാമിനേഷൻ്റെ പേപ്പർ ചോർന്നു, സംഭവം വീണ്ടും കമ്പ്യൂട്ടർ എൻക്രിപ്റ്റഡ് ആയിട്ട് വീണ്ടും പരീക്ഷ നടത്തി. അടുത്ത വർഷം മുതൽ ടോട്ടലി പേപ്പർലെസ് ആയിട്ടുള്ള 100% ഓൺലൈൻ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അത് തീരുമാനമെടുത്തു കഴിഞ്ഞ് നിയമമാക്കി കഴിഞ്ഞ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ മെച്ചപ്പെടുത്തുന്നത്, നന്നാക്കുന്നത്. അത് അവിടെയും ചിലപ്പോൾ പാകപ്പിഴകൾ സംഭവിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂജ് സിസ്റ്റത്തിൽ ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. ഈ പേപ്പർ ചോർച്ചയുടെ തന്നെ എങ്ങനെയാണ് സംഭവം? ഇത് ആദ്യം ഒരു പേപ്പർ ചോർന്നത് എവിടെ നിന്നാണ്? ഝാർഖണ്ഡിൽ നിന്നാണ്. ഝാർഖണ്ഡ് ഭരിക്കുന്നത് ആരാണ്? അവിടുത്തെ ലോക്കൽ പോലീസ് പക്ക മോഷണമാണ് അതിന്റെ വോൾട്ടിൽ നടന്നത്, SBIയുടെ വോൾട്ടിൽ നിന്ന് നടന്നത്, SBIയിലായിരുന്നത്. പിന്നെ കെമിസ്ട്രി പേപ്പർ ചോർന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് പ്രാദേശിക ഭാഷയിലേക്ക് ഈ എക്സാമിനേഷൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു അധ്യാപകൻ, അയാള് ഒരു കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട് രാജസ്ഥാനിൽ. അയാളാണ് ആ പേപ്പർ ചോർത്തിയത്. ഇതിന്റെ അകത്ത് ഇപ്പം ധാർമ്മികമായിട്ട് ഞാൻ പറയാം, ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനും പ്രധാനമന്ത്രിക്കും ഒക്കെ ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെന്താമര എന്ന് പറഞ്ഞ ആ ഒരു കൊടും കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയാൾ ചെയ്ത ക്രൂരകൃത്യത്തിന് നാട്ടിലെ ആഭ്യന്തരമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിച്ചാലുണ്ട്. തീർച്ചയായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ? ഉണ്ട്. അല്ല, ഞാനതല്ല പറഞ്ഞത്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു പക്ക കുറ്റകൃത്യമാണ്, ഒരു ക്രൈമാണത്. അത് വളരെ ഈ ഏജൻസി തന്നെ, ഗവൺമെന്റ് തന്നെ ഇത് കണ്ടെത്തി, ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ നടന്നു എന്ന്. ഗവൺമെന്റ് ഇത് മിണ്ടാതെ മൂടി വെച്ചിരുന്നെങ്കിൽ ഒരു കുഞ്ഞു ഇതറിയില്ലായിരുന്നു മഞ്ജുഷേ, ഒരു കുഞ്ഞു ഇതറിയില്ലായിരുന്നു. ആരും അറിയാതെ ഇങ്ങനെയായിരുന്നു ഈ നാട്ടിൽ നടന്നിരുന്നത്. ഓരോ പേപ്പർ ചോരുമ്പം ഏതെങ്കിലും രീതിയിൽ പുറത്തു വരികയോ, മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ പണ്ടൊക്കെ പേപ്പർ. അപ്പോൾ ഒരു ചോദ്യപേപ്പർ മോഷണത്തെ ഇത്ര വലിയ അല്ല, ചോദ്യപേപ്പർ മോഷണത്തിനെതിരായ ഒരു സാധാരണ ഒരു എന്താണ് പറയുന്ന ഒരു പരാതി, അതിനെയാണ് ഇത്രയും വലിയ സമരവും പ്രക്ഷോഭവുമാക്കി മാറ്റിയത് എന്നാണ് താങ്കളുടെ ഒരു നിലപാട്. അത് രാജ്യത്തിനെതിരായ ഒരു സമരം എന്ന രീതിയിൽ പോലും BJP വ്യാഖ്യാനിക്കുന്നുണ്ട്. അല്ല, അത് മാത്രമല്ല, നിൽക്കോ. അതെ, അതായത് ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ നടക്കുന്ന സമരം, ഇപ്പൊ ഇവിടെ ഈ സമരം അല്ലേ, അവിടെ ഈ നീറ്റ് പരീക്ഷയായിട്ട് എത്ര കുട്ടികൾ അവിടെ ഉണ്ടാവും? ഈ പരീക്ഷ എഴുതിയവരോ അവരുടെ മാതാപിതാക്കളായിട്ടുള്ളവരെ ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തവരുടെ മാതാപിതാക്കൾ പോലും ഉണ്ടായിരുന്നു. മഞ്ജുഷ ആർട്ടിക്കിൾ 370 ഒക്കെ ഈ ആർട്ടിക്കിൾ 370 ഒക്കെ എങ്ങനെയാണ് മഞ്ജുഷ ഈ സമരത്തിന്റെ വിഷയമാകുന്നത്? ഈ സമരവേദിയിൽ എങ്ങനെയാണ് രാമക്ഷേത്രവും ഹിന്ദുത്വവും ഒക്കെ വിഷയമാകുന്നത്? എങ്ങനെയാണിത് വന്നത്? ഇതൊക്കെ കാണുമ്പം നമുക്ക് ആർക്കാണ് ഈ നാട്ടിൽ മനസ്സിലാവാത്തത്? ഇതൊക്കെ മനസ്സിലാവാത്തത്? ഇതെന്താണ് ഇതിന്റെയൊക്കെ താല്പര്യം എന്നുള്ളത്? എന്നിട്ടും ശരി, നിങ്ങൾക്ക് സമരം ചെയ്യുക എന്നുള്ളത് ഈ നാട്ടിലെ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ സമരം ചെയ്തോളൂ. ആരെങ്കിലും പറഞ്ഞോ സമരം ചെയ്യേണ്ടെന്ന്? അനുവാദം മേടിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അനുവാദം. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എന്തെങ്കിലും ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇവരുടെ ഉദ്ദേശം ഇവിടെ ഒരു ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുക, ഒരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യുക, ലോകശ്രദ്ധ ആകർഷിക്കുക, അതിൻ്റെ അകത്തൂടെ ഈ ഇവരുടെ രാജ്യവിരുദ്ധ അജണ്ടകൾ നടപ്പാക്കുക. പരീക്ഷ കഴിഞ്ഞ് പിള്ളേർ പഠിക്കാൻ പോകാറായിരുന്നേ. ശരി, ഞാൻ ഇടപെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.